അതെനിക്ക് റിജക്ട് ആയതുകൊണ്ടാണ് 5 lakhs മിസ് എനിക്ക് ഇവിടെ 10 lakhs കിട്ടിയത്. എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ആ തോട്ടിലായിരുന്നു. നമ്മളെന്ത് പുതിയ ബിസിനസ് തുടങ്ങിയാലും സ്റ്റാർട്ടപ്പ് എന്നാണ്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് എന്നുള്ള വേർഡിന്റെ ഒരു ഇംഗ്ലീഷ് ഡെഫിനേഷൻ ഉണ്ടാവില്ലേ, യു സ്റ്റാർട്ട് സംതിങ് എന്നുള്ള രീതിയിൽ. ഒബ്വിയസ്ലി പ്രോപ്പർ മെന്റർഷിപ്പ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് വിസിബിലിറ്റി വരും. അപ്പോൾ പറഞ്ഞത് യു ഹാവ് ടു പുട്ട് സംതിങ് ഇന്നോവേഷൻ, ഒരു പുതിയ ബിസിനസ് മോഡലോ അല്ലെങ്കിൽ ഒരു പ്രൂവൻ ബിസിനസ് മോഡലോ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്റ്റാർട്ടപ്പ്. അടുത്ത് നിലമ്പൂർ ഒരാളോട് സംസാരിച്ചാൽ ഒരു ഷോപ്പ് തുടങ്ങാൻ പോവാണ്. ഇപ്പൊ മുന്നേ ഇരുന്നെങ്കിൽ അതൊരു ഷോപ്പ് തുടങ്ങാനേ പറയുണ്ടാവുള്ളൂ. അതെ, പണ്ടത്തെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഷോപ്പ്. ഇപ്പൊ ഞാൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒരു യുണീക് സംഗതി എന്നുള്ള രീതിയിലാണ്. അപ്പം ആ പ്രോഗ്രാമിന് എന്നെ വിളിച്ച് അതിന്റെ ഇനോഗ്രേഷനൊക്കെ പറഞ്ഞ് വിളിച്ചവിടെ ചെന്നപ്പോഴാണ് ഇതൊരു നോർമൽ ഷോപ്പാണ്, പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ആ ഒരു വാക്ക് പറയണത് ഫാൻസി ടേമായി. അതില് ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് വിചാരിക്കണം. കാരണം സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു കോമൺ ടേം ആയിട്ട് വന്നു, പക്ഷെ ഒരു മിസ്അണ്ടർസ്റ്റുഡ് ടേമും കൂടി ആണോ എന്നുള്ളത് ഇപ്പൊ പലപ്പോഴും തോന്നിപ്പോലുണ്ട്. അതെനിക്ക് എവിടെ ക്ലിക്ക് ആയെന്ന് വെച്ചാല്, സോ ഞാൻ ഒരു MVP ആയിട്ട് പോയി പിച്ച് ചെയ്തു, ഓബിയസ്ലി കിട്ടിയില്ല, റിജക്ട് ആയി. പ്രൊഡക്റ്റ് ഗ്രാൻഡ് കിട്ടിയില്ല. ഓക്കെ, റിജക്ട് ആയി. റീസൺ എന്താന്ന് വെച്ചാല് അഗെയിൻ ഇറ്റ് ലാക്സ് ഇന്നോവേഷൻ ആൻഡ് അത് പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്തിട്ടില്ല. ഈ 2-3 CFMസിന്റെ വാലിഡേഷനെ വെച്ചിട്ട് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാല് മനസ്സിലായി, അതൊരു ക്ലയന്റ് ഒരു ആപ്പ് റിക്വയർമെന്റ് വരുന്ന ആപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ബിസിനസ് ആയി പോയി. സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു സ്റ്റാർട്ടപ്പ് ആണ്, പക്ഷേ മേ ബി ഒരു ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ പോലത്തെ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റാർട്ടപ്പ് അല്ല. അവിടെയാണ് എനിക്ക് ഇതാണ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ക്ലിക്ക് ആയത്.